ഹലോ ഗൈസ്, വാട്സ്ആപ്പ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ കളിക്കാൻ പോകുന്നതാണ് സ്റ്റീൽ ബ്രിൻഡോൾ. ഇന്ന് നമ്മൾ ഇത്രയും വലിയ ബേസുണ്ട്, ഇതിനകത്തിരിക്കുന്ന മൊത്തം റെയിൻനോട്ട്സാണ്. ഇതും പിന്നെ മേളെ ഇരിക്കുന്ന എന്തുവാ വെച്ചിട്ടുണ്ട്. അത് ഈ ഫ്യൂസ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഗൈസ്. പിന്നെ നമ്മളെ 2 ലക്കോറാച്ചുണ്ട്, ഒരു കർക്കർ ഗോൾഡ് ഉണ്ട്. മുഖത്തേക്ക് പോയാൽ ഇവിടെ ഒരു അക്യോണോട്ടുണ്ട്, ഡുൾഡുള്ളുണ്ട്. ഇതാണ് അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. ചച്ചി അതുണ്ട്, കർക്കറുണ്ട്, ട്രാലി അതുപോലെ തീവർത്തിയുണ്ട്. ഇതുണ്ട്, അത് 2 ഉണ്ട്. ഇത് 3ാമത്തെ ഉണ്ട്. പിന്നെ മുകളിൽ നമുക്ക് ഇതുണ്ട്, തോക്കിനി ഡ്രാഗൺ ഫോർത്തി കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഈ കടലിൻ്റെ ഇതിലാണ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇതിന്ന് 2 ഞാൻ സ്റ്റീൽ ചെയ്ത്, ഇതെനിക്ക് ഇവിടെ നിന്ന് കിട്ടി. ഇതും ബാക്കിയൊക്കെ എനിക്ക് ഇവിടെ നിന്ന് കിട്ടി. അത്രയല്ല, നമുക്കിനി ഫ്യൂസ് ചെയ്യാൻ കാത്തിരിക്കണം. വല്ല നല്ല ബ്രെയിനോട്ട് ഇട്ട് നോക്കാം. ഈ അപ്ഡേറ്റ് നല്ലതായിരുന്നു. നമുക്ക് അതിൻ്റെ സീക്രറ്റിൻ്റെ അവിടെ പോയിട്ട് എന്തെങ്കിലും നല്ല ഉണ്ടോ എന്ന് നോക്കാം. ഒരു കാര്യം മറക്കരുത്, എല്ലാവരും ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യും. നമ്മളെ യൂട്യൂബ് ചാനൽ ലൈവ് സ്ട്രീം ഇടാൻ നോക്കാം. ഇടാന്നല്ല, നോക്കാം. അതെന്തുവാ ലാഗ്? നമ്മൾ ഇത്രയും ഇൻഡെക്സ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്, അതിന് കുറേ ഒന്നും കിട്ടിയിട്ടില്ല. സോറി ബ്രോ. ചെറുകിയ റേജ് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. മിസ്റ്റർ യൂട്യൂബ് 7 യൂട്യൂബ് 6, അവന് 7 വയസ്സാണ്. 7 വയസ്സുള്ളവന്മാരൊക്കെ എന്തോളാം ഈ അക്യുവാനോട്ട് പോകുന്നതാണ്ട. വേറെ നമുക്കും അങ്ങോട്ടൊന്നും പോകണം, പക്ഷെ അത് വലിയ പാടാണ്. മാക്സിമം ട്രൈ ചെയ്യാം ഗൈസ്, അവിടെ വരെ ഒന്ന് എത്തിക്കണം. ഗൈസ്, നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് നിൽക്കാം. അല്ലെങ്കിൽ അക്യൂട്ടിൻ്റെ അടുത്ത് ഓടണം, അല്ലെങ്കിൽ നമ്മൾ സീക്രറ്റിൻ്റെ അവിടെ വരെ പോകണം. ഇതിവിടെ ഇട്ടേക്കാം. അല്ലെങ്കിൽ നമുക്ക് വല്ല പ്രശ്നം പറ്റിയാൽ അതിട്ട് തിരിച്ച് വരാലോ. തിരിച്ചു വന്നു മിസ്റ്റർ യൂട്യൂബ്. അവനും എൻ്റെ ട്രിക്ക് ഉപയോഗിക്കുന്നു. ഇതാ റിയലായിട്ടുള്ളവൻ. കണ്ടില്ലേ, ഇപ്പം നൂബാന്ന് തോന്നുന്നു, അതുകൊണ്ട് ഇത് ഉപയോഗിക്കുന്നത്. ഷാർനീനെ അങ്ങ് അടിച്ചിട്ടാലേ ഒരുത്ത എന്നെ കണ്ടാൽ പിന്നെ ബാക്കിയുള്ളവരെല്ലാവരും കൂടെ തുടങ്ങും. അയ്യോ ഇടിച്ചിട്ടോ. ഭാഗ്യം തിരിച്ചെത്തി. നമ്മളെ ബാലറീന ലോലോലും ഉണ്ടോ എനിക്കറിയാം, അത് ഇൻഡെക്സ് ചെയ്യാൻ, പക്ഷെ അത് പിന്നെ എടുക്കാം. അപ്പോൾ ആദ്യം എൻ്റെ ഇപ്പോഴത്തെ ടാസ്ക് എന്ന് വെച്ചാൽ ഒരു സീക്രറ്റ് കിട്ടുക. എൻ്റെ ബേസിൽ ഇനി സ്ഥലം ഉണ്ടോ അറിഞ്ഞൂടാ, ഉണ്ടെന്ന് തോന്നുന്നു. എൻ്റെ ബേസിൽ സ്ഥലം ഉണ്ടെന്ന് തോന്നുന്നു. മാക്സിമം ട്രൈ ഇല്ല. അപ്പോൾ അതെടുത്തോണ്ട് ഓടാൻ നോക്കുന്നു. ലക്ക് അടിക്കണ.
അവനെ നിങ്ങൾ എടുക്കണം, അവനെ കൊടുക്കണം. അവൻ പോയി, ആ സ്ഥലം വിട്ടു പോയി. എത്രയാ? 3.6 പോയിന്റ്. അത് പോട്ടെ, ഇങ്ങനെ അതിന് പുറകെ പോകുന്നത്. എല്ലാവരും ബ്രെയിനോട്ട് പറയും തിരമാലയൊന്നും നിന്ന് കഴിഞ്ഞാൽ നമുക്ക് നോക്കായിരുന്നു. പക്ഷെ അങ്ങനെ നിൽക്കുന്നതല്ലല്ലോ ഈ ഗെയിമിൻ്റെ പർപ്പസ്. നമുക്കിവിടെ ഒരു ഡുൾഡുണ്ടുണ്ട്. എത്രയാണ് 47 പോയിന്റ്. ഇതൊക്കെ ഇതങ്ങ് എടുക്കാം. അതുപോലും ചെയ്യും കൊള്ളാം. മറ്റേതിനെ വലുതായിട്ടൊന്നും കാണത്തില്ല, അത് ഉറപ്പാ. ഒരു ഡെഡ്ലി വരും, ഫാസ്റ്റ് അല്ലെങ്കിൽ ഡെഡ്ലി വന്ന് എടുക്കാൻ നേരത്ത് പ്രാവശ്യം ഡെഡ്ലി വരും. സ്ലോ, ഈസി. അയ്യോ, തെറ്റായിട്ടുള്ളത് അടുത്താ വെച്ച് പറയാനൊന്നും പറ്റത്തില്ല. എനിക്ക് തോന്നി ഈ ടാസ്ക് കംപ്ലീറ്റ് ആവുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നമ്മളെ ബേസിൽ ഒരു സ്ഥലവും കൂടെ ഉണ്ട്, ഇവിടെ വച്ചിട്ടുണ്ട്. നമ്മളതും വെച്ച് എന്തോ ചെയ്യാൻ? ഒരു കാര്യം ഞാൻ നോക്കിയായിരുന്നു, നമ്മളിതിൻ്റെ ഈ ഗ്രാപ്പിൽ അത് വെച്ച് നമ്മൾ മേളിൽ കയറാൻ നോക്കിയാൽ കിട്ടത്തില്ലായിരുന്നു. ഞാൻ അതും വെച്ച് അങ്ങോട്ട് ഓടാൻ നോക്കി, പക്ഷെ കിട്ടിയില്ല. വയ്ക്കുന്നു നമ്മളെ ആർക്കാൻ എല്ലാവരും പിന്നെ ഇങ്ങനെയാണ്. അപ്പം പാക്കിനെ വന്ന് തടുക്കാൻ നോക്കുന്നു ചീറ്റി. പക്ഷെ അത് ചത്തില്ലല്ലോ, ചീറ്റി എന്ന് പറയാൻ വഴക്കത്തില്ല. എൻ്റെ എക്സ്പ്രസ്സോറിന് സിഗ്നോറെ ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പം അതില്ല. അതുകൊണ്ട് ഇൻഡെക്സ് ഇല്ല. ഇതിപ്പോൾ നമ്മളെ ടാസ്ക് സീക്രറ്റ് കിട്ടുപോയാണ്. എനിക്കിപ്പോൾ എക്സ്പ്രസ്സോറിനെ എടുക്കാനും പറ്റത്തില്ല. ഈ മൂവിനെ കാണിച്ചത് ഇവിടെ കണ്ടിട്ട് പിടിക്കുന്നില്ല. ഈ മൂവിനെ കൊണ്ട് സ്കൾ കൊണ്ടുവരാ. മൊത്തം ഫാസ്റ്റ് ആണല്ലോ വരുന്നേ. കുറേ നേരമായിട്ട് ഫാസ്റ്റാ വരുന്നേ. അതും ഫാസ്റ്റാ. പ്രാവശ്യം കിട്ടിക്കും. ഡെഡ്ലി വന്നാൽ എപ്പോഴും ഒരു പേടിയാണ് ഗൈസ്. അതുകൊണ്ടായിരുന്നു ഡെഡ്ലി. ഒരു സീക്രറ്റ് കിട്ടിയ നമ്മൾ ഈ വീഡിയോ അപ്പം തന്നെ നിർത്തും. അത്രേ ഉള്ളൂ. ഒറ്റൊരു സീക്രറ്റ് കിട്ടിയ നമ്മൾ ആ വീഡിയോ അപ്പം തന്നെ നിർത്തുന്നതായിരിക്കും. അല്ല, അപ്പുറത്തെന്തോ ഉണ്ട്. അപ്പുറത്തൊരു ജോബ് സവർ ഉണ്ടോ? ജോബ് സവർ ഉണ്ട്. അത് നമുക്ക് എടുക്കാം. എടുത്തേ വെക്കും. എന്തോ അവന് പോലും എടുക്കാൻ നോക്കുന്നില്ല. അതെങ്ങനെയാ? എന്തോന്നും എനിക്ക് മനസ്സിലായില്ല. എടുക്ക്. കിട്ടി, കളയ കിട്ടി. അടുത്ത
ഈസി. ഓടിക്കോ. എനിക്ക് കിട്ടി. ഇവിടെ മോനെ, ഇത് മതി എനിക്ക്, ഇത് മതി. എൻ്റെ ഒരു വലിയ ബഹുമാനമായിരിക്കും ഇത്. കിട്ടി. നമ്മളെ ചാലഞ്ച് ചേർത്തിരിക്കുന്നു. ഇവനെന്തുവാണ് കുഴപ്പം? മൂവിന് ഓടാൻ മുമ്പേ വരുന്നു. അകത്തോട്ട് കയറി അവൻ പോണ്ടേ. ഇപ്പോഴത്തെ കണക്കായിട്ട് ന്യൂബിനെ കാണാൻ കഴിക്കുന്നു. നമ്മൾക്ക് നമ്മളെ ജോബ് സാഹർ കിട്ടിയിരിക്കുന്നു. അത് 1.7 മില്യൺ ആയിട്ട് വയ്ക്കുന്നൊരു റെയിനോട്ടാണ് ഗൈസ്. ഓക്കെ, നമ്മളെ ഇൻഡെക്സ് പോയി എല്ലാം ആയി. നമ്മളെ ടാസ്കും തീർന്നു ഗൈസ്. പക്ഷെ ഞാൻ ഇത് അടുത്ത് എങ്ങോട്ടാണ് വെക്കണ്ട? ഇപ്പോൾ ട്രാലല്ലോ കളയാൻ പറ്റത്തില്ല. അക്യോനോട്ടിൻ്റെ അടുത്ത് വയ്ക്കാം. എടാ നമ്മളങ്ങ് എടുക്കുക കേട്ടോ. അത് നമുക്ക് കിട്ടി. ഓ ലക്ക്. 3.5K കൊള്ളാം. 31.5K. പക്ഷെ നമുക്കപ്പോൾ 2 ബ്രെയിൻ നോട്ട്സ് കിട്ടി. ഒരുത്തൻ ഒരു രൂപ ഇറക്കാൻ കഷ്ടപ്പെട്ടെടുക്കാൻ നോക്കിയാൽ പോയി. അങ്ങനെ കഴിച്ച് നമ്മൾ ജയിച്ചെടുക്കുന്നു. അങ്ങനെ കഴിച്ച് നമ്മൾ ജയിച്ചു. ആ ടാസ്ക് തീർത്തു. അപ്പോൾ എല്ലാവരും ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യും. നമ്മളെ ഒരു വലിയൊരു കാര്യമാണെന്ന് എല്ലാവരും ടാറ്റ ബൈ ചെയ്യും. പിടിച്ചു.